അസ്സലാമലൈക്കും. ഇവിടെ കണ്ടോ വൃത്തിയാക്കാൻ കേട്ടോ. നോൽമ്പ് പണി തുടങ്ങിയാണ്. നോമ്പ് ഒന്നേ പണി, നോമ്പിന്റെ പണി ഒന്നേ. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ഒരച്ച് കഴുകി വെള്ളം അടിച്ച് വൃത്തിയാക്കാൻ കേട്ടോ. ഇത് അപ്പൊ പെയിന്റ് അടിച്ചണം നമുക്ക്. ഇൻഷാല്ലാ പെയിന്റ് അടിച്ച വീഡിയോ ഒക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. മക്കളെല്ലാരും കൂടിയാണ്ട് ഒരച്ച് നന്നാക്കാണ്. എന്താവും അറിയില്ല. കാക്ക മറ്റേ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ അടിക്കൂല. എന്താ വീഡിയോ പറയാ കാക്കാരെ മകളെ ചന്തിക്ക് നല്ലതാണ് കേട്ടോ. മറ്റേ വെള്ളം അടിച്ചിട്ടാണ് ഞാൻ വൃത്തിയാക്കൂലേ. സ്പീഡില് കൊണ്ടുവരാൻ പറഞ്ഞിന്. അത് ഈ മക്കളടിയിലാവൊന്നും പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കഴിയുന്ന പോലെ നമുക്ക് നന്നാക്കാം. പെയിന്റ് അടിച്ചാൽ എന്തായാലും നമുക്ക് നോക്കാം. ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കണം. അപ്പൊ ബിസ്മില്ലാ എന്ന് തുടങ്ങട്ടെ മക്കളെ. നമ്മളെ മുത്തുമണികൾ ഇതാക്കണിട്ടോ. അരങ്ങത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. സുന്ദരികളെ എന്താണ് ആത്തമാര് വിളിച്ചിട്ട് ഇതാക്കണ്. ടേബിള് നിറച്ചും മരുന്നുകളാട്ടോ. ഓൾക്ക് മരുന്നുകളൊക്കെ കൊടുക്കായിരുന്നു. എന്താ പൊന്നൂൻ്റെ വായില് നൂൽപുട്ട് അങ്ങനെ കൊടുക്കണ്ടമ്മ, തൊണ്ടി കുടുങ്ങും. അപ്പം ഇതാക്കണം കേട്ടോ മക്കളെ. ഒരച്ച് തേച്ച് നന്നാക്കുന്നുണ്ട്. ഏതായാലും നോക്കിയിട്ട് കാര്യമല്ല. നോൽമ്പൊക്കെയല്ലേ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പെര അങ്ങോട്ട് വൃത്തിയാക്കുക. ഒന്ന് കഴിച്ചണ പോലെ അങ്ങോട്ട് ചെയ്യുക. അല്ല എന്താ ചെയ്യുക. പെര ഒന്ന് സുന്ദരിയാക്കാതെ ഇപ്പോൾ നമ്മൾ ഉള്ളിലെ ചട്ടിയും കുടിക്കൊന്നും മുറിയിട്ട് ഒരു കാര്യമില്ല. അപ്പം അവനാനെക്കൊണ്ട് കഴിയണ മാതിരി ചെയ്യുക. പിന്നെ സ്പീഡ് കൂടിയിട്ട് എത്താ താത്ത സ്പീഡിൽ വരക്കണെന്ന് പറയണ്ട കേട്ടോ. എന്താ വീഡിയോസിൻ്റെ ഇത് കൂട്ടിയിട്ടാട്ടോ, നമ്മളെ സ്പീഡ് കൂട്ടിയിട്ടാണ് റിതു. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നാൾ ഒരു കമൻറ്റിൽ കണ്ട് പാത്രം വൃത്തിയിൽ കഴുകി താത്ത കുട്ടികളൊക്കെ തിന്നണല്ലേ. പൊന്നാര മക്കളെ, ഞാൻ നല്ലോണം വൃത്തിയിൽ എന്നെ കഴുകൽ. ഇവിടെ വെള്ളമുണ്ട് ഇഷ്ടം പോലെ. പോരാത്തതിന് എനിക്ക് ആ വൃത്തിനെ പറ്റി നല്ലോണം കുറച്ചൊക്കെ ബോധമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാനൊരു സിസ്റ്ററല്ലേ. പിന്നെ അത് എന്തുകൊണ്ടാണ് ഞാൻ ഓൾക്ക് അപ്പം തന്നെ കമൻറ്റും ചെയ്തിരിക്കണം കേട്ടോ. യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. വീഡിയോസ് ചെയ്യുമ്പോൾ അത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ 30 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ 10 മിനിറ്റ് ആക്കും. അതെന്താ ചെയ്യുക, 60 സ്പീഡിലോ 90 സ്പീഡിലൊക്കെയാണ് വിടും. അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമാണ്. ഓലെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് നമ്മൾ പാത്രം കഴുകുമ്പോൾ സ്പീഡിൽ ഇങ്ങനെ കഴുകി വൃത്തിയില്ലാത്ത പോലെ തോന്നും. അത് പറഞ്ഞോലോ കുറ്റമായിട്ട് തോന്നൂല. അതുപോൽക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നുകയാണ്. ഏതായാലും പറഞ്ഞോലോട് വിരോധമൊന്നുമല്ല കേട്ടോ. ഞാൻ പറയാം വൃത്തിയിൽ എന്നെ കകലിട്ടോ. നമ്മൾ മാക്സിമം എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ ചെയ്യലുണ്ട്. എന്നാലും മക്കളെ ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോണില്ലേ. എല്ലാ കാര്യങ്ങളും തലവേദന വരും, പ്രഷർ കുറയും, ഷുഗർ കുറയും, ഇതൊക്കെ ചെയ്യും. പിന്നെന്താ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാത്തിനും സപ്പോർട്ടായി കാക്കുണ്ട് കൂടെ എല്ലാ കാര്യങ്ങൾക്കും. അല്ലാതെ ഇട്ടെറിഞ്ഞ് കാണ്ട് ഇങ്ങോട്ട് അവനാൻ്റെ പണി നോക്കിക്കാണ്ട് പോകണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മൾ ഏതായാലും ഒരച്ചക്കിക്കാണ്ടൊന്നും നന്നാക്കട്ടെ. നോൽമ്പുന്താലയൊക്കെ അല്ലേ വരുന്നത്, നോൽമ്പൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം കഴിയണ പോലെ വൃത്തിയാക്കുക. എന്തായാലും ഒന്ന് പെയിൻ്റ് അടിച്ചണമെന്ന് വലിയ മോഹാട്ടോ. എൻ്റെ വലിയൊരു സ്വപ്നമാണ് പെരയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നിലൊക്കെ ഒന്ന് ഇട്ട്. അതെല്ലാവരും മോഹമാണ് അല്ലേ. വീഡിയോയിൽ എല്ലാവരും പറയുന്നുണ്ട് താത്ത ഒന്ന് വൃത്തിയാക്കി. ഇങ്ങനെയൊക്കെ ഒരച്ച് നന്നാക്കിയാൽ വൃത്തിയാവുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഋതുവിൻ്റെ പരിപാടി കേട്ടോ അതൊക്കെ. ഈ ഒരതി പേപ്പറൊക്കെ കൊടുന്നുകാണ്ട് രാവിലെ കാക്കൂനെ കൊണ്ട് കൊണ്ടിരിച്ചാട്ടോ. കാക്കു പനിച്ച് കിടക്കുകയാണ് കേട്ടോ. നല്ല പനിയുണ്ട് കാക്കൂന്. അപ്പോൾ കാക്കു പറഞ്ഞു ഞാൻ പനി മാറ്റം എന്നിട്ട് നന്നാക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കാക്കൂനോട് നിങ്ങൾ ഏതായാലും കൊണ്ടുവരും, ഇതൊന്നും നോക്കട്ടെ. ഏതായാലും ഈ പേരൊന്നും മൊത്തം ഇങ്ങനെ ഒരച്ച് നന്നാക്കാനൊന്നും കഴിയൂലല്ലോ. കാക്കു കളിയാക്കണുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ പാത്തു വജ നിർത്തിക്കുക, അതൊന്നും ഒരച്ച് തേച്ച് നന്നായി കജൂല. എന്തായാലും ആ മുൻഭാഗം ഒന്ന് വൃത്തിയാക്കുക. എന്നാൽ വരുന്നവർക്കൊന്നും ഒരു മൊഞ്ച് തോന്നിക്കോളും. എന്താ വെച്ചാൽ പെരക്ക് കച്ചവടമൊന്നും റെഡിയാകാത്ത ഒന്നാമത് നമ്മളെ പെരൻ്റെ വൃത്തികേട് തന്നെയാണ് അല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് വൈറ്റ് അടിച്ചൊക്കെ ചെയ്യണം. അതിന് നമ്മളെ കൊണ്ട് കഴിച്ചൂല. ഏതായാലും ഈ പ്രാവശ്യം നോക്കിയിട്ട് കാര്യമല്ല. കുറച്ച് പൈസയൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് അടിപൊളിയായി വീടൊക്കെ ഒന്ന് റെഡിയാക്കണം. നോക്കിയിരുന്നിട്ട് കാര്യമല്ല. അപ്പം എല്ലാവരും കരുതും എന്തായി പെരൻ്റെ കാര്യം. ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ പെര കച്ചവടമാക്കണ കാക്കു എന്നെ പറയട്ടോ.
നമ്മളെ കാക്കു അല്ല ബ്രോക്കർ കാക്കു കേട്ടോ. കാക്കു ഇഷ്ടം പോലെ കൊണ്ടുവരും കച്ചവടം. അത് വന്ന് ഇഷ്ടാട്ടോ ഓൽക്ക് പെര കാണുമ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴേ ഒരു വൃത്തികേടായി തോന്നുന്നുണ്ടല്ലോ, അതെല്ലാവർക്കും സ്വാഭാവികമാവും. ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാബു മാറി വരുന്നുണ്ട് കേട്ടോ. കുളിപ്പിച്ചിട്ടില്ല, തല നനക്കണ്ട പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. മിന്നൂസ് ഉറങ്ങിയിരിക്കണം അല്ലേ മിന്നൂഷ? ജലദോഷം പിടിച്ചിട്ടേ, നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. മോള് തിന്നാൻ കൊടുത്തിരുന്നു കേട്ടോ, ചോറ് അരച്ച് കൊടുത്തിരുന്നു. അതാണ് ഇവിടെയൊക്കെ. അപ്പൊ കല്യാണപ്പേര ആക്കുകയാണ് അല്ലേ? കൊട്ടാരാക്കാണ്, കൊട്ടാരം. കൊട്ടാരല്ല മനസ്സത്തിയെ, പെരയാണ്. ഓരോരുത്തര് പെര ആക്കി ഉണ്ടാക്കുമ്പോ എനിക്ക് കൊട്ടാരായിട്ട് തോന്നുന്നു. അല്ല, കൊച്ചി രാജാവിന്റെ കൊട്ടാരത്തിന് കുറച്ചുകൂടെയുണ്ട് തുടങ്ങിയിട്ടുള്ള പണി. ഓരോ സ്റ്റെപ്പായിട്ട് എടുക്കാൻ പറ്റും. പണി തുടങ്ങി പണി തുടങ്ങണ്ടേ? പെരമ്പന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതായാലും മേലും ജോഡിയും പറഞ്ഞുകാണ്ട് കാക്കു അരങ്ങത്തേക്ക് ഇറങ്ങിട്ടോ. കാക്കുവിന് വെയ്യ. കാക്കു പിന്നെ പറഞ്ഞ് ഞാൻ മാറട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം അടിച്ചാന്നൊക്കെ പറഞ്ഞതല്ലേ. കുറച്ചൊക്കെ പോയിട്ടോ. ആ സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗം കൂടിയുണ്ട്. എന്തായാലും നമ്മളും ഇതിന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങണം. അല്ലാന്നുണ്ടേ കാക്കു നിൽക്കണം, അല്ലെങ്കിൽ ആകെ കൊളാക്കിയിടും അവിടെ കേട്ടോ മക്കള്. എന്തായാലും റിതു ഇതിന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയോണ്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവും എന്ന് കരുതാലേ. അപ്പോൾ എന്താണ് പെരൻ്റെ കാര്യം മുഴുവനാക്കാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ അന്ന് വന്ന ബ്രോക്കർ കാക്കുവിനോട് ചോദിച്ചു കേട്ടോ, എന്താണ് ഇതിങ്ങനെ വന്ന് കാണ്ട് ഇങ്ങനെ മുടങ്ങി പോണത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാക്കു എന്നെ പറഞ്ഞു കേട്ടോ, പെര ഒന്ന് ചെറുതായിട്ട് മൊഞ്ചാക്കി നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ കൊണ്ട് കഴിയൂലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണ്ടെങ്കിലും വൃത്തിയാക്കിയായിരുന്നു. എന്തായാലും ഞാൻ നമ്മളെ കാക്കുവിനോട് പറഞ്ഞു ഒന്ന് പെയിൻ്റ് അടിച്ച് എന്നെ വേണം. അപ്പോൾ ആ ബ്രോക്കർ കാക്കു പറഞ്ഞൊരു തമാശ ഉണ്ട് കേട്ടോ, എടി ഇജ് ഒരു കാര്യം ചെയ്യ്, ചൊറുക്കില്ലാത്ത പെൺകുട്ടികൾ നിൽക്കുമ്പോൾ തമാശ പറഞ്ഞാണ് കേട്ടോ കാക്കു. ആ തമാശ ലെവലിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പെണ്ണ് കാണാനും വേണ്ടി നമ്മൾ ചെക്കന്മാരും കൊണ്ടുപോകുമ്പോൾ എത്ര നിറം കുറഞ്ഞ പെണ്ണുങ്ങളായാലും ഒന്ന് പൗഡറും കൺമേശിയും ചൊറുക്കില്ല പാവാടിയും കുപ്പായി ഇട്ടാൽ ഇനിയിപ്പോൾ പറ്റാത്തവർക്കൊന്നും പറ്റിപ്പോകും അല്ലേ. പണ്ടം പൈസയൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പറ്റിപ്പോകും. അല്ലാതെ ആ കീറ മാക്സി ഇട്ട് നിന്നാൽ ആർക്കും പറ്റൂല. അതേപോലെയാണ് എൻ്റെ പെരാന്ന്. എന്തായാലും ഒരു ചെറിയോടെ സങ്കടമുണ്ട്, ചെറിയുണ്ട് കേട്ടോ. ഞാൻ കാക്കുവിനോട് പറഞ്ഞു കുറേ ചിരിച്ചിട്ടോ. അത് ആലോചിച്ച് കണ്ട് നേരാണ് ഓല് പറഞ്ഞത്. ചൊറുക്കില്ലാതെ പെൺകുട്ടികൾ പറഞ്ഞ പോലെ അതങ്ങനെ പറഞ്ഞു കണ്ട് നമ്മൾ വഷളാക്കുകയല്ല കേട്ടോ. അത് ആ കാക്കു ഒരു തമാശയിൽ പറഞ്ഞാണ് നമ്മളെ ബ്രോക്കർ കാക്കു. അപ്പം എന്താ പറഞ്ഞതിന് അർത്ഥം വെച്ചാൽ വീട് ഒന്നും ഇങ്ങോട്ട് ചൊറുക്കാക്കി വെച്ചാൽ, അതിലും ജനാലൊന്നും ഇല്ലെങ്കിലും ഒന്നും ചൊറുക്കാക്കി വെച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് വന്ന് കാണുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുമല്ലോ. അതിനും വേണ്ടിയിട്ട് പറഞ്ഞതാണ് കാക്കൂട്ടോ. അപ്പോൾ അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. എന്തായാലും പെരൊന്ന് മൊഞ്ചത്തി ആക്കണം. നമ്മൾ പുറം ഉൾഭാഗമൊക്കെ ഒന്നും ഇങ്ങോട്ട് പെയിൻ്റ് അടിച്ചിട്ടേ. എന്തായാലും പെരൻ്റെ കാര്യം തീരുമാനമായിട്ടില്ലെങ്കിലും നമ്മൾ പാർക്കണ പെരയല്ലേ, ഒന്നാണ് വൈറ്റ് അടിച്ച് റെഡിയാക്കുക എന്ന് പറഞ്ഞു. കാക്കു പറഞ്ഞു വൈറ്റ് അടിച്ചാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എല്ലാം കാക്കുവിനെ കൊടുന്ന് കാണിച്ചു നോക്കിയിട്ടുണ്ട്, ഇവിടെ താഴത്തെല്ലാം കാക്കുവിനെ കേട്ടോ. അപ്പോൾ വൈറ്റ് അടിച്ചാൽ അതിമ്മ പിടിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 4-5 വർഷമായിട്ടോ ദീക്ക് പാർക്കൽ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോട്ടേഴ്സിലായിരുന്നു, വാടകപ്പെരയിലായിരുന്നു. ഒരു 6-7 വർഷം ഞാൻ, 8 വർഷത്തോളം ഞാൻ വാടകപ്പെരയിലായിരുന്നു കേട്ടോ. പിന്നെ കാക്കു അന്നൊക്കെ സൗദിയിലായിരുന്നു, ഒരു കുത്തിക്കണിച്ചൊരു പെര ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ.
അപ്പോൾ അതിക്ക് പിന്നെ കാക്കു വരലും പിന്നെ ഞാൻ പറഞ്ഞു അടിയൊന്നും നിലമൊന്നും ഇടണ്ട നമുക്ക് അതിക്ക് പോവാന്ന് പറഞ്ഞു. എല്ലാ പണികളും തീർത്തിട്ട് പോകുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് പൈസയാവും. പിന്നെ വാടക പെരിയിലല്ല നിൽക്കണം, വാടകൻ്റെ പൈസയും കൊടുക്കണം. അപ്പം അങ്ങനെ കയറിയതാണ്. പിന്നെ കാക്കുവിന് പോകാനും കഴിഞ്ഞില്ല ആ കൊറോണ കാലത്ത് കേട്ടോ. അന്നൊക്കെ ഞാൻ നേഴ്സിങ്ങിന് പോകുമായിരുന്നു കേട്ടോ. നമ്മളെ മഞ്ചേരി മാനു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു നേഴ്സിങ്ങിന്. എന്തായാലും ഒരു 10-15 വർഷത്തോളമായിട്ടോ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 1-2 പ്രാവശ്യം പോവാതിരുന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ക്ലിനിക്കിലൊക്കെ കയറണം കരുതി നിന്നപ്പോഴാണ് നമ്മൾ ആ കൊറോണ കാലം വന്നത് കേട്ടോ. എന്തായാലും മാനു ഹോസ്പിറ്റലിൽ ഞാൻ കാഷ്വാലിറ്റിയിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ലിനുവിനെ വയറ്റിലുണ്ടാവലും പിന്നെ കാക്കു പോവണ്ട പറഞ്ഞു കേട്ടോ. എന്തായാലും വാടകയ്ക്കല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വാടക പൈസയും എല്ലാം കൂടി നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ കഴിയുമെന്ന് കരുതി കയറ്റിയ പെരിയാണ്. എല്ലാം കൂടി പഠിച്ചോൻ റബ്ബ് എന്താ കരുതിക്കണ അറിയില്ലല്ലോ. എല്ലാം തരുന്ന റബ്ബ് തന്നെയാണ് നമ്മളെ അടുത്ത് നിന്ന് തിരിച്ചെടുക്കണോ അല്ലേ. അപ്പോൾ എല്ലാം പഠിച്ചവൻ്റെ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന നേരത്താണ് പെട്ടെന്ന് ഇടിഞ്ഞു വീണത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അങ്ങനെ ജീവിതം അങ്ങനെ പോയിട്ടോ. പിന്നെ കാക്കൂന് സൗദിക്ക് മടങ്ങി പോകാനും കഴിഞ്ഞില്ല. പിന്നെ വേറെ വിഷയം നോക്കിയില്ല. 2-3 ലക്ഷമൊക്കെ വേണ്ടേ. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ പോകണം. അപ്പം ചോറ് എവിടുന്നാ കിട്ടിയെന്നുണ്ടാവൂലേ. മേലത്തെ കാക്കു തന്നാട്ടോ. അവിടെ അവരെ വീട്ടിൽ ഇവിടെ കുടിരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി മടങ്ങി വന്നപ്പോഴേ ലേശം ചോറൊക്കെ തന്നാണ് മക്കൾക്ക് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ പോണു കാര്യങ്ങൾ മക്കളെ. പാത്തോളജി എന്താ താത്ത ചോദിച്ചിരുന്നു, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരുന്നു. പാത്തോളജി എന്ന് പറഞ്ഞാൽ അതിൽ പല ടെസ്റ്റുകളുണ്ട് കേട്ടോ. നമ്മളെ കുട്ടീൻ്റെ ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു അത്. CA ടെസ്റ്റാണ്. CA ടെസ്റ്റ് ഇനിയിപ്പോൾ ക്യാൻസറിൻ്റെ ടെസ്റ്റാണ് കേട്ടോ മക്കളെ. ഇനി ഇതിൽ ഡയറക്റ്റായി പറയണ്ടല്ലോ കരുതിയിട്ടോ. ബ്ലഡ് ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല അൽഹംദുലില്ലാ അങ്ങനെ പോണു. ചോദിച്ചോൽക്കില്ല മറുപടി മാത്രമാണ് കേട്ടോ. പല ടെസ്റ്റും ഉണ്ട് കേട്ടോ പാത്തോളജിയിൽ. നമ്മളെ മോൾക്ക് അതായി ചെയ്തിരുന്നത്. കാരണം ബ്ലഡ് കമ്മിയൊക്കെ ഉണ്ടായിട്ട്. അങ്ങനത്തെ മാരാരോഗങ്ങളൊന്നും തന്ന് റബ്ബ് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലേ. ഞാൻ ഒരുപാട് കരഞ്ഞു കേട്ടോ. അവിടെ ഒപ്പിൻ്റെ അവിടെ നിന്നുകാണ്ട് ടെസ്റ്റ് കിട്ടുവോളം എനിക്ക് 3 ദിവസം ഉറക്കില്ലായിരുന്നു. റബ്ബേ ഈ നേരത്തെ ഈ പരീക്ഷണങ്ങളും റബ്ബേ എനിക്ക് നീ തരല്ലേന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒക്കെ പഠിച്ചവൻ സ്വീകരിച്ചു അല്ലേ. എൻ്റെ റബ്ബിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ. ഇതും എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിത്തരും റബ്ബ്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിതം, എല്ലാവരുടെ ജീവിതം മുന്നോട്ട് പോകണല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ മക്കളെ. എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണോണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു നല്ല ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ടിട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസും കണ്ടൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട് കേട്ടോ. എന്തായാലും റമദാൻ മാസമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടൊക്കെ കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ നമ്മൾ എത്ര മോശമായ സാഹചര്യത്തിൽ കഴിയുകയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവാട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ റബ്ബ് ഒരു വഴി കാണിച്ചു തരും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അതിനായിരുന്നു എൻ്റെ തുടക്കം. അൽഹംദുലില്ലാ എല്ലാം ശരിയാവും മക്കളെ. എന്തായാലും ഒരു ഇറക്കത്തിന് ഒരു കയറ്റുണ്ട് നിങ്ങളൊക്കെ പറയില്ലേ. അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാട്ടോ. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആ സാഹചര്യത്തിൽ ജീവിക്കുക അല്ലേ. അൽഹംദുലില്ലാ കാക്കും പൊന്നും മക്കളും ഒക്കെ കൂടെ ഉണ്ടല്ലോ. അതന്നെയല്ലേ നമുക്ക് ഭൂമിയിലെ വലിയ സ്വർഗം മക്കളെ. എല്ലാവരും പറയും കേട്ടോ. എന്നെ എവിടുന്ന് കണ്ടാലും ബസ്സിൽ നിന്ന് കാണും, ഹോസ്പിറ്റലിൽ നിന്ന് കാണും, അങ്ങാടിയിൽ നിന്ന് കാണും, എവിടുന്ന് കണ്ടാലും എൻ്റെ കൈ പിടിച്ചുകാണ്ട് ആരായാലും പറയലുണ്ട് കേട്ടോ. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നല്ല സന്തോഷത്തോടെ ഇരിക്കും പാത്തോ. എല്ലാം ശരിയാവും. എനിക്ക് കൂടെ നിൻ്റെ കാക്കും നിൻ്റെ കുഞ്ഞു മക്കളും കൂടെ ഉണ്ടല്ലോ. അതന്നെയാണ് ഈ സ്വർഗം എന്ന് എല്ലാവരും പറയലുണ്ട് കേട്ടോ. എനിക്കറിയാം അതൊക്കെ. സാമ്പത്തികം കൊണ്ടൊന്നും നോക്കണ്ട, അതൊക്കെ ഉയർച്ചയിലെത്തും. റബ്ബ് തരും. റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് മോളെ എന്നെല്ലാവരും പറയലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യോണ്ടിട്ടോ. എല്ലാവരും ഉയരങ്ങളിലെത്തട്ടെ. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിൽ. വീഡിയോസ് ചെയ്യണവരും വീഡിയോസ് ചെയ്യാത്തവരും ഒക്കെ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ. എല്ലാവരും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി കഴിയണതാ. അപ്പോൾ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ മുൻഭാഗമൊക്കെ ഞാൻ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നട്ടുച്ച 2 മണിയൊക്കെ ആയി. ഇനി കുളി നനയൊക്കെ കഴിയട്ടെ. എന്നിട്ട് വൈകുന്നേരം അടുത്തത് നോക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളു വീഡിയോ. അപ്പോൾ അതാട്ടോ നമ്മളിപ്പോൾ
ഇതുവരെ നന്നാക്കി. ഇതുവരെ ഇവിടൊക്കെ ചളി ഇതൊക്കെ വരച്ച് നന്നാക്കി. ഇവിടൊക്കെ ഒരു പെയിൻ്റൊക്കെ ഉണ്ടായി. ഇവിടൊക്കെ അതൊക്കെ വരച്ച് നന്നാക്കി. ഇപ്പോൾ അതാ ഇത് ബാക്കി നമ്മൾ പിന്നെ ചെജ്ജുണ്ടോ. പിന്നെ അത് അവിടെ നോക്കി ഇത് ഇച്ചും എന്താ ലിനും പാടിയും കാട്ടി നന്നാക്കിയതാട്ടോ. ഇത് ഇതെല്ലാം വൃത്തിയാക്കണം കേട്ടോ. പിന്നെ അതാ അവിടെ ഇതാക്കണത് അത് ഞാനുപ്പിയും പാടി വരച്ചതാട്ടോ. അത് നല്ലോണം വെളുപ്പിക്കണം കേട്ടോ. പിന്നെ എമ്മയും ചെയ്യുമ്പോഴും അരച്ചാണ് ഇപ്പം ഇത് കാണുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.